പ്രകൃതി ദുരന്തങ്ങളും അതിനോട് സർക്കാർ കാണിക്കുന്ന ഇടപെടലുകളും നമ്മുടെ സമീപകാല തെരഞ്ഞെടുപ്പുകളെ വലിയധികം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത് പ്രകൃതി ദുരന്തങ്ങളെ, 2-3 പ്രളയങ്ങള്, മറ്റു പ്രശ്നങ്ങളെയൊക്കെ നേരിട്ട ആ സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണെന്ന് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടിയത്. കോവിഡും വലിയൊരു ഫാക്ടറായിരുന്നു. ഇത്തവണ വരുമ്പോൾ വയനാട് ലാൻഡ്സ്ലൈഡ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വയനാട് ദുരന്ത സമയത്ത് സർക്കാർ നടത്തിയ ഇടപെടലുകൾ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുമോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ എവിടെ എന്ന ചോദ്യം ഇടതുപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു കണക്ക് കോൺഗ്രസ് പുറത്തുവിട്ടു. തങ്ങൾക്ക് ലഭിച്ച പണം ഇത്ര, അതിൽ നിക്ഷേപിച്ച ബാങ്ക് ഇതാണ്, ആ തുക എന്തിനു വിനിയോഗിച്ചു. അവരുടെ വാദം ഇതാണ്: ഞങ്ങൾ ആ പണം സ്ഥലം വാങ്ങുന്നതിന് പൂർണ്ണമായി ചെലവഴിക്കേണ്ടി വന്നു, അതുകൊണ്ട് വീട് വയ്ക്കാൻ പുതിയ ഫണ്ട് കണ്ടെത്തണമെന്നാണ് വാദം. അപ്പോൾ മറിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് പൂർണ്ണമായി വീട് നിർമ്മാണം കഴിഞ്ഞില്ല? ഇപ്പോഴും വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ കൂടി ആർക്കും കയറി താമസിക്കാറായിട്ടില്ല. ഇതാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഇന്ന് മുഖ്യമന്ത്രി ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനുള്ള മറുപടി കൂടി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ വാഗ്ദാനങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും. ഏപ്രിൽ തന്നെ, വിഷുവിന് മുമ്പ് തന്നെ ഈ കയറി താമസം പൂർണ്ണമായി തന്നെ നടക്കും. പ്രതിപക്ഷം ആദ്യം വാക്കുപാലിക്കട്ടെ, അവർ പ്രഖ്യാപിച്ച വീടുകൾ എവിടെ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അതൊക്കെ എല്ലാവർക്കും പോയി നോക്കാവുന്ന കാര്യമല്ലേ. ഈ 178 വീടിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഞങ്ങൾ ചെയ്ത കാര്യം ആ ദുരന്തബാധിതരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട കാര്യങ്ങൾ അവരുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യവും നീക്കി. വീട് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചു. അപ്പോൾ അവര് അവിടെ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങേണ്ടതുണ്ട്. വീട് പൂർണ്ണമായി താമസിക്കുന്നതിന് വിഷമമില്ല, പക്ഷേ മാലിന്യനിർമ്മാർജ്ജനം അതുപോലുള്ള കാര്യങ്ങൾ കൂടി ഒരുങ്ങേണ്ടതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൂടി ഒരുങ്ങിയതിന് ശേഷമാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ അവകാശ രേഖ പട്ടയം തന്നാൽ മതി. ഇത് അവരുമായി ചർച്ച ചെയ്ത കാര്യമാണ്, അവരുടെ അഭിപ്രായമാണ്. അപ്പോൾ വിഷുവിന് മുൻപ് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും പറഞ്ഞു. വിഷുവിന് മുമ്പ് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുങ്ങുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിഷു ഇപ്പോൾ അടുത്തല്ലോ, ഏതായാലും അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ അഭിപ്രായം കൂടി മാനിച്ചാണ് അത്തരമൊരു നിലപാടെടുത്തത്. ഇതൊന്നും അവരെ ഏശുന്ന കാര്യമല്ല കേട്ടോ. അവരെ ആർക്കും തിരിതിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. അവര് സർക്കാരിന്റെ നിലപാട് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ ആരോപണത്തിലുള്ള മറുപടിയാണ്. അവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്തുണ്ട്, അതാണ് സർക്കാർ കാട്ടുന്ന ഒരു ആത്മവിശ്വാസം. അതാണ് എന്തായാലും വയനാട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ വയനാടിനപ്പുറം അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കൂടാ. എന്താണ് ഇക്കാര്യത്തിൽ വയനാട്ടുകാർക്ക് പറയാനുള്ളത്? വയനാട് എന്ത് രാഷ്ട്രീയ ഇക്കാര്യത്തിൽ പറയുന്നു എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വയനാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ വയനാട് ചെറിയ ജില്ലയാണ്, വലിയ UDF ആധിപത്യ ജില്ലകളാണ്. ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷ വിജയം. മാനന്തവാടിയിൽ മാത്രമാണ് ഒരു ഇടതുപക്ഷ MLA ഉള്ളത്. ഇത്തവണ അത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നതാണ് UDFന്റെ വാദം. എത്ര കണ്ട് വയനാട് ദുരന്ത സമയത്തെ സർക്കാരിന്റെ ഇടപെടലുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും? ചുരുങ്ങിയ പക്ഷം വയനാട് ജില്ലയിലെങ്കിലും അത് എത്ര കണ്ട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു? സജിത്ത്, കേവലം വയനാട്ടിൽ മാത്രമല്ല, കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി തന്നെ വയനാട് പുനരധിവാസം ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ 2 വിഭാഗത്തിനെതിരെയും അനുകൂലമായുമുള്ള പ്രചാരണങ്ങൾ മണ്ഡലത്തിനുള്ളിലും പുറത്തുമൊക്കെ നടക്കുന്നു. ഒന്ന്, ഒരു മനോഹരമായ ടൗൺഷിപ്പ് നിർമ്മിച്ച് ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ അതിനുള്ള ഒരു ഇച്ഛാശക്തി കാട്ടിയെന്നാണ് സർക്കാരിനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത്. അത് വളരെ മനോഹരമായ ഒരു ടൗൺഷിപ്പ് ഇതിനകം അവിടെ പടുത്തുയർത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടുത്തെ താക്കോൽദാനം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് അവിടേക്ക് ജനങ്ങൾക്ക് ഇപ്പോഴും താമസിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഈ വീട് കിട്ടിയത് ഒഴിച്ചാൽ അവർക്ക് വീടിനുള്ളിൽ എന്ന് താമസിക്കുമെന്ന ചോദ്യം ഉയർത്തുന്നു. ഒപ്പം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ പണത്തിൻ്റെ ഒരു എണ്ണം, അല്ലെങ്കിൽ എത്ര രൂപ കിട്ടി, അത് എത്ര രൂപ ഇതിനകം ചെലവഴിച്ചു, ആളുകൾക്ക് പ്രതിദിന ഭത്ത കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാസം തോറും വാടക പൈസ കൊടുക്കുന്നുണ്ട്, എങ്കിലും ഈ പിരിച്ച പണത്തിന് ആനുപാതികമായ വികസന പ്രവർത്തനങ്ങൾ വയനാട്ടിൽ നടത്തിയോ എന്ന ചോദ്യമാണ് ഒരു വശത്ത് ഉന്നയിക്കുന്നത്. മറുവശത്ത് സർക്കാരിൻ്റെ പദ്ധതി വേണ്ട എന്ന് വെച്ച് 15 ലക്ഷം രൂപ സർക്കാരിൽ നിന്നും വാങ്ങി പുറത്തു പോയ ആളുകൾ ഇപ്പോഴും തിരിച്ച് സർക്കാരിൻ്റെ ഒരു ടൗൺഷിപ്പിൽ വീട് കിട്ടുമോ എന്ന് അന്വേഷിച്ച് തിരിച്ചു വരുന്ന സാഹചര്യം മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളരെ കൃത്യമായി തന്നെ അവിടുത്തെ പുനരധിവാസം പൂർത്തിയാക്കുന്നു. എന്നാൽ മറുവശത്ത് ഒരു ടൗൺഷിപ്പിനായി അല്ലെങ്കിൽ സ്വന്തം ഭവന നിർമ്മാണ പദ്ധതിക്കായി കല്ലിട്ട കോൺഗ്രസിന് ഇതുവരെ കല്ലിട്ട ശേഷം അവിടേക്ക് തിരിഞ്ഞു പോലും നോക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ഈ പണപ്പിരിവിൻ്റെ ഒരു എണ്ണം പറഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് 5 കോടിക്ക് അല്ലെങ്കിൽ 6 കോടിക്കടുത്ത് പണം മാത്രമാണ് കോൺഗ്രസിനെ പോലൊരു വലിയ കക്ഷിക്ക് കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്
നൽകിയത് എന്നത്. മറുവശത്ത് ആ പണം സ്ഥലം വാങ്ങാൻ പോലും ചെലവായിട്ടില്ല എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പണം എടുത്താണ് ഇനിയും വീട് നിർമ്മിക്കുക എന്തടക്കമുള്ള ചോദ്യങ്ങൾ, ഇതൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ വലിയ ചർച്ചാ വിഷയമായി കാട്ടുന്നു. ശവം തൂക്കി എന്ന പരാമർശങ്ങൾ CPM-ന് അനുകൂലമായും കോൺഗ്രസിന് അനുകൂലമായും ഒക്കെ അല്ലെങ്കിൽ ഇരുവർക്കും പ്രതികൂലവുമായൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായുള്ള ചർച്ചകൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനൊക്കെ ഒപ്പമാണ് BJP-ക്കും അവിടെ ഒരു കേരളം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന് പോലും കൃത്യമായി പണം നൽകിയില്ല എന്ന വിമർശനം ഒരു വശത്ത് നിൽക്കുമ്പോൾ സർക്കാർ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുകൊണ്ട് പണം ലഭിച്ചില്ല അല്ലെങ്കിൽ സർക്കാരിന് ലഭിച്ച പണം ഉപയോഗിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളുമായി BJP രംഗത്ത് വരുന്ന ചുരുക്കത്തിൽ വയനാട് ജില്ലയിൽ മാത്രം അനീഷ് പങ്കുവച്ചത് വയനാട് ദുരന്തം അത് സംസ്ഥാനത്ത് പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ഇത് വയനാട് ജില്ലയിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ അതിന്റെ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഖ്യമന്ത്രി ഇന്ന് മറുപടി പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. പ്രതിപക്ഷം ഒരുപക്ഷെ അവർ പ്രതിരോധത്തിലായ ഒരു വിഷയമാണ്. കാരണം കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ എവിടെ? മുസ്ലിം ലീഗ് വാഗ്ദാനം ചെയ്ത വീടുകൾ നിർമ്മിച്ചു. പക്ഷേ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾ എവിടെ? ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പ്രശ്നമായി അത് നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഇടപെടൽ ഉണ്ടാവുന്നത് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അനീഷ്, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിനുള്ള മറുപടിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ വയനാട് ദുരന്തത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടൽ വിലയിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം കഴിഞ്ഞ 2021 മറ്റും സർക്കാരിന് വലിയ ഇമേജ് ഉണ്ടാക്കിയത് അന്ന് ആ ദുരന്ത സമയത്തെ ഇടപെടലുകൾ, കഴിഞ്ഞകാല ദുരന്തത്തിൽ സർക്കാർ നടത്തിയ ഒരു ഇടപെടൽ, ഒരു രക്ഷകന്റെ അവതരണം എന്നതൊക്കെയായിരുന്നു അന്നത്തെ ഒരു സാഹചര്യം. ഇവിടെയും മുഖ്യമന്ത്രിയുടെ മറുപടി യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന് മുന്നിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണോ, UDF-ന് മുന്നിൽ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണോ? ഈ സമയത്തും വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചില്ല എന്നത് കോൺഗ്രസിന് പ്രതിസന്ധിയാണ്. അവർക്ക് വിശദീകരിക്കാൻ വയനാട് ജില്ലയിലെങ്കിലും അത് പാടുപെടൽ ഉണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും കോൺഗ്രസിന് വയനാട്ടിൽ മാത്രമല്ല, വയനാടിന് മൊത്തം വലിയ പ്രതിസന്ധി തന്നെയാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു വശത്ത് സർക്കാർ സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതി ഈ ദുരന്തബാധിതർക്കായി നടപ്പിലാക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികൾ, കോൺഗ്രസിന്റെ തന്നെ അനുകൂല അല്ലെങ്കിൽ ആ മുന്നണിയിൽ തന്നെയുള്ള ഘടകകക്ഷി അവിടെ സമഗ്രമായ ഒരു പദ്ധതി കൃത്യമായ തീയതിക്കുള്ളിൽ വളരെ വൃത്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ദേശീയ തലത്തിലെ വലിയ പാർട്ടികളിലൊന്നായ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ എത്തി തറക്കല്ലിട്ട പദ്ധതിക്ക് ആ കല്ലിവിടെ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തത് കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെ നൽകും. അതൊരു വലിയ പ്രചാരണ വിഷയമായി CPM ഇതിനകം മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജില്ലയിലാണെങ്കിൽ പോലും അപകടത്തിൽ പരിക്കുവെച്ച് സർവ്വം നഷ്ടമായ ശ്രുതി എന്ന പെൺകുട്ടിക്ക് വീട് നൽകുന്നതിനായി തറക്കല്ലിട്ട് അതിന്റെ പ്ലാനും മറ്റുമൊക്കെ MLA T സിദ്ദിഖ് വിശദീകരിച്ച ദൃശ്യങ്ങളൊക്കെ അടക്കം പുറത്തുവിട്ടാണ് CPM ജില്ലാ സെക്രട്ടറി വിമർശനം ഉന്നയിച്ചത്. അതിനു പിന്നാലെ താൻ ആ ചടങ്ങിൽ പങ്കെടുത്തത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു സ്വകാര്യ ഏജൻസി ആയിരുന്നു ആ വീട് നിർമ്മാണം ഏറ്റെടുത്തിരുന്നത് എന്നൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ പോലും T സിദ്ദിഖ് MLA എത്തുമ്പോൾ CPM അനുകൂലികളെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ സിദ്ദിഖ് അടക്കം വിശേഷിപ്പിക്കുന്ന ആളുകൾ കൂകി വിളിക്കുന്ന സാഹചര്യം. അങ്ങനെ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ വയനാട്ടിലെ രാഷ്ട്രീയം തെളിച്ചു മറിയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം വലിയ ഭൂരിപക്ഷം കോൺഗ്രസിനുള്ള സ്ഥലമാണ്. ഇതിനൊക്കെ അപ്പുറം ചില ഘടകങ്ങൾ കുറച്ച് നാളുകളായി കോൺഗ്രസിനുള്ളിൽ വയനാട്ടിൽ പുകയുന്ന സാഹചര്യം. DCC ട്രഷററുടെ മരണം, അദ്ദേഹത്തിന്റെ കുടുംബം പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. PK ജലക്ഷൻ തന്നെ പരസ്യമായി വേദിയിൽ തന്നെ തോൽപ്പിച്ച ആളുകളെ കുറിച്ച് തനിക്കറിയാമെന്ന് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ച ശേഷം തന്നെ പറയുന്നു. അവർ ഇത്തവണ മത്സരരംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നു. IG ബാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.